പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നും ഒരു സ്കൂളുള്ള ദിവസമാണ്. മോന് ഫുഡൊക്കെ കൊടുത്തു വിടണം, രാവിലെ കഴിക്കാൻ കൊടുക്കണം. രാവിലെ സ്കൂളിൽ പോണ മക്കളുള്ള അമ്മമാർക്കെല്ലാം ഇതേ റുട്ടീനായിരിക്കുമല്ലോ അല്ലേ? രാവിലെ എഴുന്നേൽക്കണം, ഇതൊക്കെ ചെയ്യണം അല്ലേ? നമുക്ക് നമ്മുടെ അമ്മമാർ ചെയ്തു തന്ന പോലെ നമ്മളിപ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കുകയാണ്, ശരിയല്ലേ? തലേന്ന് അപ്പത്തിൻ്റെ മാവ് ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വെളിയിൽ വയ്ക്കുവാണ്. അത് നല്ല പൊങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ തണുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഓവനിലെടുത്ത് വെച്ചു. ഓവൻ ഓൺ ചെയ്യരുത് കേട്ടോ, വെറുതെ എടുത്ത് അടച്ചു വെച്ചതേ ഉള്ളൂ ഓവനകത്ത്. അപ്പോൾ അതാ പൊങ്ങി വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെളിയിൽ വെച്ച് പൊങ്ങിയില്ല, അപ്പോഴാണ് ഇങ്ങനെ വെച്ച് നോക്കിയത്. അപ്പോൾ അത് അടിച്ച് പതിഞ്ഞ് നല്ല സൂപ്പറായിട്ട് അപ്പത്തിൻ്റെ മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പകുതി മാറ്റി വയ്ക്കുവാണ്. എല്ലാം വേണ്ടല്ലോ, പകുതി എടുത്ത് നിറയെ പഞ്ചസാരയും ഉപ്പുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ രാവിലെ മോന് അപ്പം കൊടുക്കാം, നമുക്കും കഴിക്കാം. അവന് കറി വേണ്ട, തേനാണ് അവൻ കൂട്ടുന്നത്, അപ്പം കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ മോന് കൊടുത്തു വിടാനായിട്ട് ഹോട്ട് ഡോഗ് പോലെ ചെയ്യാമെന്ന് വെച്ചു. സോസേജ് ബന്നിനകത്ത് വെച്ചിട്ട് ചീസും ലെറ്റസൊക്കെ വെച്ച് അത് അവൻ കഴിച്ചോളും, കുഴപ്പമില്ല. പിന്നെ അപ്പം ഞാൻ ചെയ്ത് വെക്കണം, അവനിപ്പോൾ കഴിക്കാൻ വരും. അവൻ എഴുന്നേൽക്കുന്ന ഒരു 5:45 എഴുന്നേറ്റോളും. അവൻ വരുമ്പോഴത്തേക്ക് അപ്പോൾ ആദ്യം കഴിക്കാൻ കൊടുക്കണം, കഴിക്കാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അതാദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ കൊടുത്തു വിടാനുള്ള എടുക്കുമല്ലോ. അപ്പോൾ അവനുള്ള ബാഗൊക്കെ അവൻ സെറ്റ് ചെയ്ത് വെക്കും തലേന്ന് രാത്രി തന്നെ. അവൻ ഇപ്പോൾ ഒന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ബണ്ണും മേടിക്കും, റൗണ്ടായിട്ട് ബർഗർ ബണ്ണും പിന്നെ ഇതും മാറി മാറി കൊടുത്തു വിടണമല്ലോ എന്തെങ്കിലുമൊക്കെ, വേറെ ഓപ്ഷനും ഇല്ല. ഇവൻ ഈ സാൻഡ്വിച്ച് ഇങ്ങനത്തെ കഴിക്കത്തുള്ളൂ. ഇത് ഫുൾ ജങ്കാണ് അറിയാം, പിന്നെ വേറെ നിവൃത്തിയില്ല. പിന്നെ വല്ലപ്പോഴും ചപ്പാത്തിയിൽ റോള് കൊടുത്തു വിടും, അവനത് വലിയ ഇഷ്ടമല്ല. പിന്നെ വീണ്ടും ഇത് തന്നെ ആക്കും. അപ്പോൾ ഇങ്ങനെ സാൻഡ്വിച്ച് ആയിട്ടൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുന്ന കാരണം അവന് വീട്ടിൽ ഞാൻ ബ്രെഡ് കൊടുക്കാറില്ല. അവന് അപ്പോഴും ദോശ പുട്ടൊക്കെ തന്നെ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്. പിന്നെ സ്നാക്സായിട്ടൊരു കേക്കും ഒരു കുക്കി പോലത്തെ സാധനമൊക്കെ വെച്ച് കൊടുത്തു വിടുവാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് വെക്കാൻ ശ്രമിക്കും ഉള്ളതുപോലെ. ഇന്നിപ്പം ഗ്രേപ്സ് ഉണ്ട്. എല്ലാം മരുന്നടിച്ച് വരുന്നതാണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല കഴുകിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്രേപ്സും വെച്ചു. അവൻ്റെ ബസ്സിനെ ഇപ്പോൾ വരും, ആസ് യൂഷ്വൽ 6:18 വരും. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ബസ് വരുന്നതെന്ന്. അപ്പോൾ എല്ലാം അവനുള്ള പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി അവനെടുത്ത് അതങ്ങ് ബാഗ് വെച്ചോളൂ. ഇന്ന് എൻ്റെ രാവിലത്തെ ചൂടുവെള്ളം കൂടിയൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ അതിനിയാണ് കുടിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് സമാധാനത്തിരുന്ന് കുടിച്ച് കഴിഞ്ഞ അവസരം ബസ് പോവും. അങ്ങനെ പുറത്ത് വെട്ടമൊക്കെ വന്നു. ഇനി ഞാൻ പോയി ബെഡ്ഷീറ്റൊക്കെ നേരെ ആക്കി ഇടുവാണ്. ഇനി ഞാൻ ഒരു കാര്യം പറയാൻ പോണി, ഞാൻ നടക്കാൻ തീരുമാനിച്ചു കേട്ടോ. ഇത് എത്ര ദിവസം പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ നൈബർ ഒരു ഫ്രണ്ടുണ്ട്, അവരുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുള്ളതാണ് കേട്ടോ, ആദ്യമായിട്ടൊന്നുമല്ല. എന്നിട്ടൊരു ആഴ്ച നടക്കും, നിർത്തും, പിന്നെ എപ്പോഴേലും തുടങ്ങും, 2 ദിവസം പോവും, പിന്നെയും നിർത്തും. ഇതെങ്കിലും ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് നടക്കുവാണ്. നമുക്ക് നോക്കാം ഇത് ഏത് വരെ പോകുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നടക്കാൻ പോയ ദിവസം ഉണ്ടല്ലോ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ആകെ നമ്മുടെ മൈൻഡൊക്കെ നല്ല ഉഷാറായിരിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഫുൾ സ്ട്രെസ്സും ദേഷ്യവും ഒക്കെ ആയിരിക്കും. പക്ഷെ നടക്കുന്ന ദിവസം അത് വേറൊരു വൈബ് തന്നെ. ആദ്യം വിചാരിക്കും ഇന്ന് നടക്കണ്ട, നാളെ നടക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് കേട്ടോ തുടങ്ങുന്നത്. പിന്നെ തള്ളി ഉന്തിയൊക്കെ പോകുന്നത്. പോയിട്ട് തിരിച്ചു വരുമ്പോഴുള്ള ഫീലിംഗ് ആലോചിക്കുമ്പോൾ എന്തൊരു സമാധാനം. അങ്ങനെ പോവാണ്. ആദ്യത്തെ 2 ദിവസം നല്ല കാലുവേദനയും അങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ നാൾക്ക് ശേഷം നടക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പം 3-ാമത്തെ ദിവസം ആയിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ എക്സസൈസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഡയറ്റും ഒക്കെ നോക്കിയാൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കും. പക്ഷേ അത് മാത്രം നടക്കുന്നില്ല. വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോന്നൊക്കെ പറക്കി കഴിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇനി അടുത്തൊരു പ്രശ്നം. പിന്നെ ഇപ്പോൾ നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ ഇച്ചിരി മൂടിക്കെട്ടിയൊക്കെ നിൽക്കും. തണുപ്പ് തന്നെയാണ് കേട്ടോ വെളിച്ചം വന്നാലും. ഉച്ചയ്ക്കും നല്ല വെയിലൊക്കെ കാണിക്കും, പക്ഷേ നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് നടക്കുമ്പോൾ നല്ല സുഖമായിരുന്നു. തണുത്ത കാറ്റ് മുഖത്തടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നടക്കുമ്പോൾ. അപ്പോൾ പനിയും ടിഷ്യൂയും ഒക്കെ ആയിട്ടാണ് പോയത്. ഞാൻ നട്ട ഉള്ളിത്തണ്ട് ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഷോർട്സിലിട്ടിരുന്നല്ലോ. അതിപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിൽ 2 പ്രാവശ്യം തന്നെ യൂസ് ചെയ്തു. 2 പ്രാവശ്യം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കത്തില്ലേ ഫ്രൈഡ് റൈസ്, അതുപോലെ ഇരുന്ന് ഈ ഉള്ളിത്തണ്ട് ഇടുമ്പോൾ. ഇനി മല്ലിയിലയും കൂടെ നട്ട് നോക്കണമെന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യം നട്ട് നോക്കിയതാണ് മല്ലി ഇട്ടിട്ട്, പക്ഷെ മല്ലിയില നേരെ വരുന്നില്ല. അതാണ് പിന്നെ അത് നിർത്തിക്കളഞ്ഞ്. നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി, വലിയ കാര്യമായിട്ടില്ല. അപ്പമുണ്ട്, പിന്നെ അപ്പത്തിൻ്റെ കൂടെ മുട്ട കേട്ടോ അടിക്കുന്നത്. ഹസ്ബൻഡിന് ഡബിൾ ബുൾസൈ വേണമെന്ന് പറഞ്ഞു. പിന്നെ
എനിക്ക് ബുൾസൈ അല്ല, ഞാൻ അല്ലാതെ മുട്ട മഞ്ഞ കുത്തി പൊട്ടിച്ച് ഇങ്ങനെ ഉണ്ടാക്കും. അതാണ് എൻ്റെ രീതിയിൽ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അപ്പവും മുട്ടയും പിന്നെ ബ്രെഡും ഇരിപ്പുണ്ട്. നമ്മൾ അപ്പവും മുട്ടയും കഴിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കോമ്പിനേഷൻ. അങ്ങനെ കാപ്പിയുടിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീസറിൽ നിന്ന് കുറച്ച് എടുത്ത് വെക്കേണ്ട സാധനങ്ങളൊക്കെ വെച്ചു ഉച്ചത്തേക്ക്. ഇപ്പോഴേ എടുത്ത് വെച്ചാലേ തണുപ്പൊക്കെ മാറത്തുള്ളൂ. മീനും കുറച്ച് പരിപ്പ് വേവിച്ചതൊക്കെ ഇരിപ്പുണ്ട്. അത് സ്റ്റോക്ക് കാണും. പരിപ്പ് കറി ഇല്ലാതെ ഇവിടെ ആർക്കും പറ്റത്തില്ലല്ലോ. പിന്നെ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി വന്നു. കുറച്ച് പണികളുണ്ട്, കുറച്ച് ക്ലീനിങ് പരിപാടികളാണ്. തൂക്കലും അങ്ങനെ വീടൊന്ന് തൂക്കണം, പിന്നെ ഫ്രണ്ട് തൂക്കണം, ബാക്ക് സൈഡ് തൂക്കണം. ബാക്ക് സൈഡൊക്കെ തൂത്ത കാലം മറന്ന്. ഈ തണുപ്പ് കാരണം ഇറങ്ങാൻ മടിച്ചേ അതിപ്പോൾ അവിടെ നല്ല മണ്ണായിട്ടുണ്ട്, നല്ല കാറ്റത്ത് പൊടി വന്ന് അടിച്ചിട്ട്. അപ്പോൾ ആ തൂക്കണതിന് മുന്നേ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കുവാണ്. ഇതൊക്കെ ഒതുക്കി വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാം മാറും. പക്ഷേ ഇത്രയും ചെയ്ത് വെച്ചാലേ നമുക്ക് വീടൊന്ന് നീറ്റാക്കാൻ പറ്റത്തുള്ളൂ. ഇത് എന്നും രാവിലെയുള്ള പ്രോസസ്സാണ് ഈ തട്ടിക്കൂടലും ക്ലീനിങ്ങും ഒക്കെ. അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണല്ലോ നമ്മുടെ ജോലി. പിന്നെ കുഷൻ കവറൊക്കെ ഒന്ന് മാറ്റണം. കാരണം ക്രിസ്മസിനിട്ട കവേഴ്സാണ്, റെഡും അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് റെഗുലറായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇതിപ്പോൾ കഴുകുന്നില്ല കുഷൻ കവേഴ്സ്. ഒരിക്കൽ ഒരു ക്രിസ്മസിനും കൂടെ ഇട്ടിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ കുറച്ച് പുതിയതാണ്. പിന്നെ എങ്ങാനും കളറെല്ലാം പോയാലോ, അധികം യൂസ് ചെയ്തില്ലല്ലോ. അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ റെഗുലറായിട്ട് ഇടുന്ന കുഷൻ കവേഴ്സൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇടണം. ടേബിൾ റണ്ണേഴ്സൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനത്തെ പണികളാണ് ഇനി ഉള്ളത്. ഊരിയ കുഷൻ കവേഴ്സൊക്കെ ഞാൻ കൊണ്ട് വെയിലത്തിട്ട് കേട്ടോ. കുറച്ചൊന്ന് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് മാറുമല്ലോ, ഫ്രഷ് ആയിട്ടിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ വെയിലത്തിട്ടിട്ട് വന്നിട്ട് ബാക്കി ഒതുക്കൽ തുടങ്ങിയിട്ടുണ്ട്. ടീപ്പിലൊക്കെ വാരി വലിഞ്ഞ് കിടപ്പുണ്ടെന്ന് അതൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒരു റണ്ണർ ഇടും. പിന്നെ എല്ലാം ഒന്ന് നേരെയൊക്കെ എടുത്ത് വെക്കണം. അത്രയൊക്കെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊക്കെ ആസ്വദിച്ച് ചെയ്യണം കേട്ടോ, എങ്കിലേ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ ഒതുക്കി വെക്കുന്നതൊക്കെ. നല്ല നല്ല സാധനങ്ങൾ കിട്ടുന്നതൊക്കെ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ വെക്കുക. പിന്നെ ചില സമയത്ത് നമ്മുടെ മൂഡൊക്കെ പോയാൽ ഇതൊന്നും നടക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ ഹോൾ ഡേ ഒരു പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് അതിനൊരു എനർജി കിട്ടുന്നത് ആ എക്സസൈസിൽ നിന്നാണ്. മിക്കവാറും ഒരു എക്സസൈസും ചെയ്തൊരു ചെറിയൊരു കോഫിയൊക്കെ കുടിച്ച് കഴിയുമ്പം എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുകയും നമ്മൾ ഉഷാറായിട്ട് ഇരിക്കുന്നതൊക്കെ ബേസിക് ഘടകം നമ്മുടെ മൈൻഡാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കണമെങ്കിൽ ചെറിയ എക്സസൈസൊക്കെ അത്യാവശ്യമാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും ജിമ്മിലും പോകുന്നുണ്ട്. പിന്നെ അതുവരെയൊന്നും ഞാൻ എത്തത്തില്ല. എനിക്ക് ഈ നടത്തം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അത് തന്നെ ചെയ്താൽ വളരെ സന്തോഷം. അപ്പം അങ്ങനെ എൻ്റെ കുഷൻ കവേഴ്സൊക്കെ ഇട്ട് അതൊരു ചടങ്ങ് പണിയായിരുന്നു കേട്ടോ. കുഷൻ കവർ ഞാൻ എളുപ്പമാണെന്ന് വിചാരിച്ചു. പക്ഷെ 4-5 കുഷനിൽ മാറ്റം ഉണ്ടെന്ന് വലിച്ചാൽ വരുത്തുമില്ല. എല്ലാം ചിലത് ടൈറ്റും ചിലത് ലൂസും, അങ്ങനെ അതൊക്കെ മാറ്റി. പക്ഷെ മാറ്റി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ്. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് ഭയങ്കര ഉത്സാഹമായിരുന്നു എല്ലാം ചെയ്യാൻ. അതാണ് ഈ പണിക്കൊക്കെ ഇറങ്ങി തിരിച്ചത് കേട്ടോ. ഇങ്ങനെ എന്തായാലും ഉത്സാഹം തോന്നി സ്ഥിതിക്ക് നമ്മളത് വിട്ടൂടെ, എല്ലാം അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് കരുതി, എല്ലാം നീറ്റാക്കി വെക്കാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഫ്രണ്ടൊക്കെ ഒന്ന് നീറ്റാക്കണം, തൂക്കാനുണ്ട്, ബാക്ക് സൈഡിൽ നിൽക്കുക തൂക്കാനുണ്ട്, അതൊക്കെ ചെയ്യുവാണ്. പിന്നെ അത് മാത്രമല്ല, ഫ്രണ്ടിൽ ഇപ്പം നിറയെ ഈ കിളികൾ വന്നിട്ട് ഈ ഡേറ്റ്സിൻ്റെ ഡേറ്റ്സ് മരം ഉണ്ടല്ലോ, അതൊന്ന് ഡേറ്റ്സ് എല്ലാം പറക്കി ഫ്രണ്ടിൽ വാരി ഇട്ടിട്ടുണ്ട്. അവർ കൊത്തി ഇടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നല്ല പൊടി, ആ പൊടി കുറേ അങ്ങ് ആകുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ലിവിങ് റൂമിലോട്ട് കയറും. പിന്നെ അകത്ത് നമുക്ക് പൊടിയാവത്തില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് കരുതി ഫ്രണ്ട് തൂത്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമ്മുടെ ലിവിങ് റൂം, ഡൈനിങ് റൂം അതൊക്കെ ഒന്ന് തൂക്കണം. പിന്നെ കിച്ചൺ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തൂത്ത് ചെയ്യുന്നത് തന്നെയാണ്. കാരണം കിച്ചണിലെ വേസ്റ്റൊക്കെ നമ്മൾ എന്തായാലും തറയിൽ വീഴുമല്ലോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തൂത്തുകൊണ്ട് തന്നെ ഇരിക്കണം, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ലിവിങ് റൂമൊക്കെ അങ്ങ് നമ്മൾ ക്ലീൻ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്ക് സൈഡിലോട്ട് പോയി. ബാക്ക് സൈഡിൽ ഇവിടെ പൂച്ചകളും അങ്ങനെയൊക്കെയാണ്, അതിൻ്റെ പാത്രങ്ങളൊക്കെ ആയിട്ട് വാരി വലിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു വലിയ ചൂലും കൂടെ യൂസ് ചെയ്യും. ഈ മഞ്ഞ ചൂല്, ഒരു ബ്രഷ് പോലത്തെ ചൂലാണ്. അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ വലിയ ചവറുകളൊക്കെ അതിലോട്ടിങ്ങി പോരോളും. പിന്നെ അവിടെയൊക്കെ വലയും അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഈ കാറ്റിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, അതാണ് ആ കോർണറിലാണ് പോയി എല്ലാം കിടക്കുന്നത്. പിന്നെ നമുക്ക് പൂച്ചയ്ക്ക് കൂടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കാർഡ്ബോർഡ് ബോക്സിൽ, അതിൽ കിടന്നോളും. അപ്പോൾ അതും ഒന്നൊക്കെ തട്ടിക്കുടഞ്ഞ് മാറ്റി വൃത്തിയാക്കി വെക്കുവാണ്. ഈ പൂച്ചകളാണെങ്കിൽ അവനെ വെളിയിറങ്ങാൻ സമ്മതിക്കത്തില്ല. ഓരോ പ്രാവശ്യം വെളിയിറങ്ങുമ്പോൾ അതിൻ്റെ വിചാരം ഫുഡ് കൊണ്ടുവരുന്നെന്നാണ്. എന്നാൽ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് അധികം കഴിക്കുന്നുമില്ല, അങ്ങനെ വെളിയിറങ്ങാൻ പറ്റത്തില്ല.
ഇങ്ങനെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അകത്ത് കയറാനും തോന്നും. ഞാൻ പിന്നെ അകത്ത് അധികം ഇരുത്തത്തില്ല, കുറച്ച് നേരം കയറ്റിയിട്ട് വിടും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അവർക്കും തണുക്കുമല്ലോ. ഇതാ എൻ്റെ തക്കാളി ഉണ്ടോ, തക്കാളിയൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് നട്ടില്ലേ, ചെറുതായിരുന്നല്ലോ നട്ടപ്പോൾ, ഇപ്പോൾ ഇത്രയൊക്കെ ആയി. പിന്നെ ഈ മുളച്ച് നിൽക്കുന്ന എന്താണെന്ന് മനസ്സിലാവില്ല കേട്ടോ. പാവയ്ക്കാണോ എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഓർക്കുന്നില്ല. ഇരുന്ന വിത്തൊക്കെ ഒന്ന് നട്ട് വെച്ചതാണ്, അന്ന് ഞാൻ കാണിച്ചല്ലോ വീഡിയോയിൽ. പിന്നെ ഇതാ എൻ്റെ കരിവേപ്പിലയുടെ അടുത്ത് ഞാൻ ഒരു തക്കാളി നട്ടില്ലേ, അതിലിതാ 3 തക്കാളി വന്നിട്ടുണ്ട്. ദൈവം ഇത് നന്നായി ഒന്ന് വന്നാൽ മതിയായിരുന്നു, വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആ പൂച്ചയുടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കത്തിരിക്ക നട്ടിരിക്കുന്നത് കണ്ടായിരുന്നു, അതൊന്നും വരുന്നില്ല കേട്ടോ, പൂവൊന്നും. പണ്ട് നടുമ്പോൾ നേരെ വരാത്തൊരു സാധനമാണ് കത്തിരിക്ക. എന്തെങ്കിലും ഒരു മാർഗ്ഗം അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, എല്ലാം നേരെ വെച്ചു. എന്തൊരു സമാധാനമല്ലേ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. അങ്ങനെ അകവും പുറവും എല്ലാം നീറ്റാക്കി വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.